പ്രശസ്ത ദലിത് ചിന്തകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ കെ.എം. സലിം കുമാർ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. മൃതദേഹം ഇന്ന് രാവിലെ മുതൽ കാക്കനാട് വാഴക്കാല ദേശീയ കവലയ്ക്ക് സമീപമുള്ള വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മൂലമറ്റം കരിപ്പിലങ്ങാട് സ്വവസതിക്ക് സമീപം നടക്കും. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ദളിത് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ദളിത് ആക്ടിവിസ്റ്റ് കൂടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. വിവരങ്ങൾ എന്തൊക്കെ? ഇന്നലെ രാത്രി 2:45 കൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. നാളുകളായി ന്യൂമോണിയ ബാധിച്ച് എറണാകുളത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇന്നലെ പുലർച്ചെ 2:45 കൂടി അന്ത്യം സംഭവിക്കുകയായിരുന്നു. ഇടുക്കി തൊടുപുഴ സ്വദേശിയാണ് അദ്ദേഹം. ഇതേ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദളിത് പ്രസ്ഥാനത്തിന് ഒരു വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ദളിത് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്ന് തന്നെ പറയേണ്ടി വരും. 1949 ജന്മം. തുടർന്ന് മഹാരാജാസ് കോളേജിലൊക്കെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇത്തരത്തിൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെയും ഒപ്പം ദളിത് പ്രസ്ഥാനത്തിന്റെയും ഒക്കെ ഭാഗമാവുകയായിരുന്നു. 1969 തെക്കൻ മഹാരാജാസ് കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി. തുടർന്ന് ഇത്തരത്തിൽ നക്സലൈറ്റ് പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതും അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജയിൽവാസമൊക്കെ അനുഭവിച്ച വ്യക്തി കൂടിയാണ്. ഈ അധിഷ്ഠിത നവോത്ഥാന മുന്നണിയുടെ ആഭിമുഖ്യത്തെ 1989 വൈക്കത്ത് മനുസ്മൃതി ചിത്രിച്ചുകൊണ്ട് ദളിത് സംഘടന പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. അത് ആയിരുന്നു ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ദളിത് മുന്നേറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭാഗമായി ഒരുപാട് പ്രവർത്തിച്ചു. മാത്രമല്ല നിരവധി എഴുത്തുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ദളിത് എഴുത്തുകൾ, ചിന്തകളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഈ അധിഷ്ഠിത നവോത്ഥാന മുന്നണിയുടെയും ഒപ്പം ദളിത് ഐക്യ സമിതിയുടെയും ഒക്കെ മുൻനിരയിൽ പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. കേരള ദളിത് മഹാസഭ സംഘടനകളുടെയൊക്കെ മുൻനിരയിൽ പ്രവർത്തിച്ച സംഘടനകളുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ഒക്കെ മുൻനിരയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. മാത്രമല്ല കുറച്ചു കാലം മാധ്യമ പ്രവർത്തനത്തിലും ഒക്കെ സജീവമായി ഇരുന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. നിരവധി പുസ്തകങ്ങൾ കൂടി ഇത്തരത്തിൽ ദളിത് രചനകൾ കൂടി അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. സംവരണവും സമവായത്തിന്റെ രാഷ്ട്രീയവും ഒപ്പം ദളിത് പ്രത്യയശാസ്ത്രവും സമുദായവൽക്കരണവും അടക്കമുള്ള ഇത്തരത്തിലുള്ള പുസ്തകങ്ങളടക്കം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. എന്തായാലും എറണാകുളത്തെ ആശുപത്രിയിൽ വെച്ചാണ് ഇന്നലെ 2:45 പുലർച്ചെ 2:45 അന്ത്യം സംഭവിച്ചത്. കാക്കനാട് വാഴക്കാലയിലുള്ള വസതിയിൽ രാവിലെ മുതൽ പൊതുദർശനം ഉണ്ടാകും. പിന്നീട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.